Good afternoon. Okay, നമ്മള് patient satisfaction survey benefit for patients and hospital. ആ ഭാഗമല്ലേ എടുത്തോണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? ഹയർ പ്രൊഡക്ടിവിറ്റി വരെയല്ലേ എടുത്തത്? ഹയർ പ്രൊഡക്ടിവിറ്റി വരെയല്ലേ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? അവിടെ വരെ ക്ലിയർ ആണോ? ശരി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. റെപ്യൂട്ടേഷൻ കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം പേഷ്യൻസിനും അതുപോലെ ഹോസ്പിറ്റലിനും ഒക്കെ ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ എന്തൊക്കെ പ്രയോജനങ്ങൾ കിട്ടുന്നതാണ്. അതിൽ പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിറ്റൻഷൻ പറഞ്ഞു, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി പറഞ്ഞു, എൻഹാൻസ് സ്റ്റാഫ് മൊറൈൽ, ഹയർ പ്രൊഡക്ടിവിറ്റി. ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. രണ്ടെണ്ണം കൂടി അതിന്റെ കൂടെ പറയാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് റെപ്യൂട്ടേഷൻ. ഒരു ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അല്ലെ, റെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ചെയ്യാൻ പറ്റും നോക്കിയേ. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. അപ്പൊ ഒരു നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തിയോടെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ മെച്ചപ്പെടുത്തുന്നതിന് പല വഴികളിലൂടെ ആ ഒരു റെപ്യൂട്ടേഷനെ മെച്ചപ്പെടുത്താൻ പറ്റും. ഫസ്റ്റ് HCA HPS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ്, വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ കൺസ്യൂമർ assessment of healthcare providers and the system. Healthcare providers and the system. Hospital consumer assessment of healthcare providers and the system. കിട്ടിയോ? എഴുതിയോ? അതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതി വെച്ചോ? ഓക്കെ. അപ്പൊ ആ ഒരു HCHPS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാണ്, വിലയിരുത്തുന്നതാണ്. അവിടുത്തെ ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എങ്ങനെയുണ്ട്, അവിടുത്തെ ആ ഒരു സിസ്റ്റം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിലൂടെ നമുക്ക് സ്കോറുകൾ കിട്ടും. ആ ഒരു സ്കോറ് സാധാരണയായിട്ട് പബ്ലിക്കിന് വിസിബിൾ ആയിട്ടാണ് വെക്കാറ്. ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിന് വിസിബിൾ ആയിട്ട് വെക്കുന്നത് കൊണ്ട് സ്പെസിഫിക്കലി സോ പീപ്പിൾ ക്യാൻ ലേൺ അബൌട്ട് ദ ഫിസിഷ്യൻ ദേ ക്യാൻ കൺസൾട്ട് ആൻഡ് മേക്ക് ആൻ ഇൻഫോംഡ് ചോയ്സ് അബൌട്ട് ദെയർ ഹെൽത്ത് കെയർ. ഇവിടെ ഈ ഒരു സ്കോർ, അതായത് ആ ഒരു സ്ഥാപനത്തെ കുറിച്ച്, അപ്പൊ ഇത് ശരിക്കും ഒരു സ്ഥാപനത്തില് ഒരു ഫിസിഷ്യൻ ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, കൺസൾട്ടേഴ്സ് ഉണ്ടല്ലോ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അവരുമായി ബന്ധപ്പെട്ടും ആ ഹോസ്പിറ്റലിലെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്കോറാണ്. ആ ഒരു ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞ പേഷ്യൻസ്, അവരാണ് ഈ ഒരു സ്കോർ അല്ലെങ്കിൽ ആ ഒരു അസസ്മെന്റ് നടത്തുക. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ഈ സ്കോർ വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ഏതാണ്, ഏറ്റവും ബെസ്റ്റ് കെയറും കാര്യങ്ങളും അല്ലെങ്കിൽ ഡോക്ടേഴ്സും ഉള്ള ഒരു ഹോസ്പിറ്റൽ ഏതാണ്, മികച്ച സിസ്റ്റം പാലിക്കുന്ന ഹോസ്പിറ്റലുകൾ ഏതാണ്, കമ്പാരിസൺ നടത്താൻ പറ്റും. സോ അത്തരത്തില് അപ്പൊ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ സംവിധാനങ്ങളാണെങ്കിലും അവിടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ നല്ലൊരു വിലയിരുത്തൽ നടത്തി നല്ലൊരു സ്കോർ ആയിരിക്കും കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു സ്കോർ പബ്ലിക്കായിട്ട് നമ്മൾ പബ്ലിക്കിനത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഒരു സ്കോർ നോക്കിയിട്ട് വേണമെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലേക്ക് വരും. ഫുൾ ഫോം ഒന്നുകൂടി പറയണോ? ഹോസ്പിറ്റൽ കൺസ്യൂമർ assessment of hospital consumer assessment of healthcare providers and the system. Healthcare providers and the system. Hospital consumer assessment of healthcare providers and system.
ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു റിസൾട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡോക്ടർ ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, അതിൽ ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവര്, അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആളുകള്, അല്ലെങ്കിൽ നല്ല കെയർ കൊടുക്കുന്ന ആളുകൾ ഏതൊക്കെയാണ്, എല്ലാ ഡോക്ടേഴ്സും അതുപോലെയാണോ, അല്ലെങ്കിൽ മറ്റുള്ള ഫെസിലിറ്റി സിസ്റ്റംസ് അവിടെ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിനെ കമ്പാരിസൺ ചെയ്യാനായിട്ട് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. സോ അങ്ങനെ ഹോസ്പിറ്റൽസിനെ കമ്പാരിസൺ ചെയ്യാനും അതിനനുസരിച്ച് പേഷ്യൻസിന് പബ്ലിക്കിന് ഏത് ഹോസ്പിറ്റൽ വേണം, ഏത് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ആണ് മികച്ചത് എന്ന് കമ്പാരിസൺ ചെയ്ത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ചൂസ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും ഈ സ്കോർ. അപ്പൊ ഇവിടെ specifically, so people can learn about the physician, they can consult and make an informed choice about their health care. ഇത്തരത്തിൽ ഈ സ്കോർ ഒക്കെ പബ്ലിക് ആയിട്ട് വിസിബിൾ ആവുന്നത് കൊണ്ട് തന്നെ പീപ്പിളിന് നമുക്ക് ഏത് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യണം, അതിൽ ഏത് ഫിസിഷ്യനെ ആയിരിക്കണം, നമ്മൾ ഇത്രയും ഹോസ്പിറ്റലിൽ ഏത് ഫിസിഷ്യൻ ആണ് ബെസ്റ്റ്, ഏത് ഫിസിഷ്യനെ നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോയ്സ് ചെയ്യണം അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, സെക്കൻഡ്, എ പോസിറ്റീവ് സ്കോർ മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻ. അപ്പൊ ഒരു പോസിറ്റീവ് സ്കോർ ആണ് കിടക്കുന്നത്, ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് സ്കോർ ആണ് സാറ്റിസ്ഫാക്ഷനിലൂടെ കിട്ടുന്നതെങ്കിൽ അതിലൂടെ ഒരു മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ് കിട്ടുന്നില്ലേ, മറ്റുള്ള പേഷ്യൻസിനെ നമുക്ക് അതിലൂടെ ആകർഷിച്ച് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നില്ലേ, പറ്റുന്നുണ്ടോ? നല്ല സ്കോർ ആണ് കാണുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ല സ്കോർ ആണെങ്കിൽ നമുക്കറിയാം. കാരണം എന്തുകൊണ്ടാ, ആ ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ആളുകൾ അത്രയും നല്ല സ്കോറുകൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റു സംവിധാനങ്ങളാണെങ്കിലും എല്ലാം മികച്ചതായതുകൊണ്ടല്ലേ അവർക്ക് നല്ലൊരു സ്കോർ കിട്ടിയിരിക്കുന്നത് അല്ലേ. അത്തരത്തിൽ നല്ലൊരു സ്കോർ കാണുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്കോറിനനുസരിച്ച് നമുക്ക് കൂടുതൽ പേഷ്യൻസിനെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ പറ്റില്ലേ, പറ്റുമോ? പറ്റും അല്ലെ. Then additionally, hospital can utilize automated messages to ask patients for feedback and their appointment. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ്ഡ് ഓട്ടോമേറ്റഡ് മെസ്സേജസ് ഉപയോഗിക്കുക ടു ആസ്ക് പേഷ്യൻസ് ഫോർ ഫീഡ്ബാക്ക് ആഫ്റ്റർ ദെയർ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജുകൾ പേഷ്യൻസിനോട് എന്ത് ചോദിക്കും, ഫീഡ്ബാക്കുകൾ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ അത് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ സം പ്രോഗ്രാംസ് ഇൻവോൾവ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് വിത്ത് ഈസി ടു ഫോളോ ലിങ്ക്സ് ടു ആസ്ക് കണ്ടന്റ് പേഷ്യന്റ് ടു ലീവ് റിവ്യൂസ് ഓൺ ഹോസ്പിറ്റൽ, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഓർ അതർ പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കുറച്ച് പ്രോഗ്രാമുകൾ, അതായത് ഇവർ ഫോളോ അപ്പോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈസി ടു ഫോളോ ചെയ്യാൻ പറ്റുന്ന ലിങ്കുകൾ മുതലായവയൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനോട് പറഞ്ഞ് അവരോട് പറയാ ഈ ലിങ്കുകളിൽ കയറാനും അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലുകളിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ആ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുള്ള റിവ്യൂസ് ഇടാനായിട്ട് ആവശ്യപ്പെടുക. നിങ്ങളൊക്കെ റിവ്യൂ കൊടുക്കാറുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ റിവ്യൂസ് ഇടാൻ വേണ്ടി വരാറില്ലേ? നിങ്ങൾ എത്ര റിവ്യൂ കൊടുക്കുന്നു ചോദിക്കാറില്ലേ? 5 സ്റ്റാർ കൊടുക്കുന്നോ, 1 സ്റ്റാർ കൊടുക്കുന്നോ ചോദിക്കാറില്ലേ? ഇപ്പൊ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ റിവ്യൂ ഇടുന്ന കണ്ടിട്ടില്ലേ ആളുകള്? കുറെ പേരൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടല്ലേ നമ്മള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയും എന്ത് ചെയ്യണം, റിവ്യൂ ഇടാനുള്ള ഒരു സംവിധാനം പ്രോഗ്രാമുകൾ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ ഇപ്പൊ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ അവർക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ലിങ്കുകൾ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കിയിട്ട് ഈ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനോട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ റിവ്യൂസ് ലീവ് ചെയ്യാനായിട്ട് പറയാം. അപ്പൊ അത്തരം കാര്യങ്ങൾ അപ്പൊ ആ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലുകൾ കണ്ടിട്ടില്ലേ? ഓരോ സ്ഥാപനങ്ങളുടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അടിക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഒരു പ്രൊഫൈല് വരില്ലേ ഗൂഗിളില്? വരില്ലേ? അവരുടെ വെബ് പേജിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു പ്രൊഫൈലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ റിവ്യൂ പേജ്, കണ്ടിട്ടില്ലേ? അവിടെ പേഷ്യൻസിന് എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം അല്ലെ. സോ അത്തരത്തില് ആ ഒരു പേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പുതിയതായിട്ടൊരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേജ് എടുത്ത് നല്ല റിവ്യൂ ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരു വിശ്വാസം കുറച്ചും കൂടി വർദ്ധിപ്പിക്കാനും പുതിയ പേഷ്യൻസിനെ കിട്ടാനുള്ളത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഫൈനലി ഹാപ്പി പേഷ്യന്റ് വിൽ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അതുപോലെ ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് അവരുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഈ ഹോസ്പിറ്റലിനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. വെൻ ഇറ്റ് കംസ് ടു റെഫറൽ,
വേർഡ് ഓഫ് മൗത്ത് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. റഫറലുമായി ബന്ധപ്പെട്ട് വരുമ്പോ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വാമൊഴിയിലൂടെ അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. നമ്മൾ എപ്പോഴും പറയും അല്ലെ, നമ്മൾ പറയും നമ്മൾ വാക്കാലുള്ള പ്രചരണമാണ് അല്ലെങ്കിൽ നമ്മൾ വാക്കാൽ പറയുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ശരിയല്ലേ? നമ്മൾ എന്തൊക്കെ അഡ്വർടൈസ്മെന്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ പ്രയോജനകരമാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൗത്ത് വഴിയുള്ള ആ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ മറ്റൊരാളോട് പറയുന്നു, അതുപോലെ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും, അവര് അടുത്ത ആളോട് പറയുന്നു, അത് കുറച്ചുകൂടി വിശ്വസനീയമാണ് അല്ലെ. നമുക്ക് കുറച്ചും നമ്മളോട് ഒരാൾ പറയണം ഞങ്ങൾ പോയി അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടി, ഞങ്ങൾക്ക് വളരെ ഭേദമായെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിശ്വാസം വരിക അല്ലെ. ആ ഒരു വിശ്വാസം നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല അല്ലേ. നമുക്ക് അതേസമയം ഒരാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പറയുമ്പോൾ നമുക്കും ഒരു വിശ്വാസം, അപ്പൊ എനിക്കും ഇന്നൊരു അസുഖമാണ് അല്ലെ, ഞാൻ പോയാലും എനിക്ക് ഇതുപോലെ റിക്കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെയുള്ള നല്ല മാറ്റം ഉണ്ടാവാൻ പറ്റുമായിരിക്കും. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ നമ്മൾ പോവാ അല്ലേ. അതേസമയം ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അങ്ങനെ അത്രയും വിശ്വാസത്തോട് കൂടി പോവോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ സാധ്യതയില്ല അല്ലെ. അപ്പൊ ഒരു വേർഡ് ഓഫ് മൗത്ത് ഇന്ന്, അതായത് മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങള് പബ്ലിക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന് കിട്ടുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ റെപ്യൂട്ടേഷൻ, ഒരു ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനായിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പല പല ടൂറുകൾ നമുക്ക് പബ്ലിസിറ്റി ചെയ്യുന്നതിലൂടെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും അവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ പേഷ്യൻസിനും പബ്ലിക്കിനും ഒരു ബോധവും ധാരണയും എത്തുകയും അതിൽ ഏത് ഫിസിഷ്യൻ ആണോ ഏറ്റവും നന്നായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ആ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏത് ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ കൺസ്യൂമേഴ്സിന് ഇതിലൂടെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് നല്ല പോസിറ്റീവ് സ്കോറും കാര്യങ്ങളും ആണെങ്കിൽ അതിലൂടെ ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്ത് ആ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജിങ് സംവിധാനങ്ങൾ വഴി പേഷ്യൻസിനോട് അവരുടെ അപ്പോയിന്റ്മെന്റുകൾക്ക് ശേഷം ഫീഡ്ബാക്കുകളുമായി ബന്ധപ്പെട്ട് ഓട്ടോമാറ്റിക് മെസ്സേജുകൾ യൂട്ടിലൈസ് ചെയ്യാം ഹോസ്പിറ്റല്. അതുപോലെ തന്നെ ഇപ്പോ ഫോളോ ക്വസ്റ്റ്യൻസും ഈസി ടു ഫോളോ ലിങ്ക്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുകയും അതിലൂടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലുകളിൽ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള റിവ്യൂസ് ലീവ് ചെയ്യാനായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനോട് അഭ്യർത്ഥിക്കുക. അതുപോലെ ഒരു ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവര് നിർബന്ധമായിട്ടും എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് മറ്റുള്ള ഫാമിലി അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇവർ ഈ ഒരു ഹോസ്പിറ്റലിനെ സജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെഫറലുമായി ബന്ധപ്പെട്ടാകുമ്പോൾ വേർഡ് ഓഫ് മൗത്ത്, അതായത് നമ്മുടെ വാക്കാലുള്ള ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രശസ്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്ന് വായിച്ചു നോക്കിയ റെപ്യൂട്ടേഷൻ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസിന് ഒരു മികച്ച ക്ലിനിക്കൽ ഔട്ട്കം അല്ലെങ്കിൽ മികച്ചൊരു ഫലം ലഭിക്കുന്നതിന് വേണ്ടി.
Okay, satisfied patients are also normally more complaint, which means they are more probable to get better or effectively manage chronic health issues. ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ that are normally more complaint എന്ന് പറഞ്ഞാൽ അവരെ അനുസരിക്കുന്നവരായിരിക്കും അർത്ഥം കേട്ടോ. അപ്പൊ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അവർ ആ ഹോസ്പിറ്റലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനുസരിക്കും. കാരണം എന്തുകൊണ്ടാണ്? they are more probable to get better. അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അവരുടെ വിട്ടുമാറാത്ത പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് വളരെ ഫലപ്രദമായിട്ട് അത് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ബെറ്റർ ആവാനോ ഒക്കെ സാധിക്കാനോ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവരത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഹോസ്പിറ്റലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാനും സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് തയ്യാറാവുന്നുണ്ട്. So consequently they feel better, and like hospital treatment and care make a difference to their well-being and quality of life. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ അവർക്ക് ഒരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അവർ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അതിലൂടെ അവർക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുകയും അവർക്ക് നല്ല ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകളോ കെയറുകളോ ഒക്കെ കിട്ടുന്നത് വഴി അവരുടെ ക്ഷേമവും ആ ഒരു ലൈഫിന്റെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഗുണനിലവാരവും ഒക്കെ വർദ്ധിപ്പിക്കാനും മെച്ചപ്പെടുത്താനും അതിലൂടെ സാധിക്കുന്നുണ്ട്. This also lead them to remain loyal to the hospital and show up for their appointment, generating a cycle of patient satisfaction benefits. അപ്പൊ നമുക്കറിയാം, നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് പല ഹോസ്പിറ്റലിലും ചെന്നിട്ട് മാറാത്തൊരു രോഗം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നല്ല കെയറും ട്രീറ്റ്മെന്റും കിട്ടിയോടുകൂടി മാറി. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത കീപ്പ് ചെയ്യില്ലേ? നമുക്ക് എപ്പോഴും ഒരു കടപ്പെട്ടവരായിട്ടിരിക്കില്ലേ? ഇരിക്കുവോ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. They also lead them to remain loyal to the hospital. ഹോസ്പിറ്റലിനോട് ഒരു വിശ്വാസമുള്ളവരായിട്ട് അവർ മാറുകയും ആ ഷോപ്പ് ഫോർ ദിയർ അപ്പോയിന്റ്മെന്റ്, അത് അവരുടെ അപ്പോയിന്റ്മെന്റുകളിൽ അവരത് കാണിക്കുകയും ചെയ്യും അല്ലെ. പിന്നീട് വരുന്ന എന്തൊരു കാര്യങ്ങളാണെങ്കിലും അവർ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ആൻഡ് ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്. പിന്നീട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റുകൾ എന്ത് ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ ആയിട്ട് അവരെ രൂപപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ അവർ അതിൻ്റെതായ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പിന്നീട് ഫോളോ ചെയ്യാനും ശ്രമിക്കും. അപ്പൊ ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കം ഫോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവര് ആ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരണയോടുകൂടി പാലിക്കുകയും അവർക്ക് അതിനനുസരിച്ച് അവരുടെ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരെയും വളരെ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യാനും ബെറ്റർ ആവാനൊക്കെയുള്ള സാധ്യതകളും അതിലൂടെ ഉണ്ടായിരിക്കും. അതിന്റെ ഫലമായിട്ട് അവർക്ക് നല്ല ട്രീറ്റ്മെന്റുകളും കെയറും കിട്ടുന്നതിന്റെ റിസൾട്ടോടുകൂടി അവർക്ക് അവരുടെ ക്ഷേമവും അവരുടെ ആ ഒരു ലൈഫിന്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ മികച്ചതാക്കാനും ബെറ്റർ ആക്കാനും പറ്റുന്നുണ്ട്. അതിലൂടെ അവരുടെ രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ആ ഒരു പേഷ്യന്റ് എപ്പോഴും ആ ഹോസ്പിറ്റലിനോട് വിശ്വസ്തതയുള്ളവരായിരിക്കും. അവരവരുടെ ആ ഒരു അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് ഇതേ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ വരുന്ന ഓരോ സമയത്തും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കം ഫോർ പേഷ്യൻസ്. ഓക്കെ, ക്ലിയർ ആണോ? കഴിഞ്ഞ വായിച്ച ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളാണ് താഴെ പറയുന്നത്. ഹൗ ക്യാൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബി ഇംപ്രൂവ്? നമുക്ക് എങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെച്ചപ്പെടുത്താൻ പറ്റും? Highly effective strategy for enhancing patient satisfaction score spins around creating an environment in which patients have a positive overall experience with all members of their medical team.
ഇവിടെ ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി അറൌണ്ട് ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെന്റ് ഇൻ വിച്ച് പേഷ്യന്റ് ഹാവ് എ പോസിറ്റീവ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പേഷ്യൻസിന് കിട്ടുന്ന രീതിയിൽ അവിടുത്തെ ആ ഒരു മെഡിക്കൽ ടീം എന്ത് ചെയ്യണം, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പേഷ്യൻസിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അപ്പൊ അത്തരത്തില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ പേഷ്യൻസിന് നല്ലൊരു അന്തരീക്ഷം അവിടുത്തെ മെഡിക്കൽ ടീം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കുറച്ച് ക്രിയേറ്റീവ് വഴികളാണ് പറയുന്നത്. 8 creative ways to increase patient satisfaction. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള 8 ക്രിയാത്മകമായിട്ടുള്ള വഴികളാണ് താഴെ പറയുന്നത്. ആ 8 എണ്ണം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് അത് പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയേ. ഫസ്റ്റ് വൺ ആണ് എൻഷുവർ ടൈംലി ഫോളോ അപ്പ്. അതായത് സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പുകൾ നടത്തുക. എൻഷുവർ ടൈംലി ഫോളോ അപ്പ്, വളരെ സമയബന്ധിതമായിട്ട് ഫോളോ അപ്പുകൾ ഉറപ്പാക്കുക. രണ്ടാമത്തത് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യന്റ്. കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തത് മെയിൻറ്റെയിൻ ട്രാൻസ്പാരൻസി വിത്ത് പേഷ്യന്റ്. പേഷ്യൻസുമായിട്ട് ആ ഒരു സുതാര്യത എപ്പോഴും നിലനിർത്തുക. നാലാമത്തത് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. എപ്പോഴും ഷോർട്ട് വെയിറ്റ് ടൈംസിൽ എന്ത് ചെയ്യുക, മുൻഗണന നൽകുക. ഒരുപാട് അവര് വെയിറ്റ് ചെയ്യിക്കാതിരിക്കുക. Strive to implement procedure to educate patient about treatment plans. Patients അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബോധവൽക്കരണം നൽകുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കാൻ പരിശ്രമിക്കുക. Then ആറാമത്തത് യൂട്ടിലൈസ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യന്റ് ടു അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. അതുപോലെ തന്നെ പേഷ്യൻസിൽ നിന്നും ഫീഡ്ബാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു മെഷേഴ്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അത് അടുത്തത് 7th വൺ ആണ് ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഫോർ ഗ്രേറ്റർ ഫെസിലിറ്റി എഫിഷ്യൻസി. അതുപോലെ ശരിയായ രീതിയിലുള്ള സാങ്കേതികപരമായിട്ടുള്ള സപ്പോർട്ട് സംവിധാനങ്ങൾ മികച്ച ഫെസിലിറ്റി കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. എട്ടാമത്തത് ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ആ ഒരു സൗകര്യം നൽകുന്ന ആ ഒരു സ്ഥാപനത്തിലെ അന്തരീക്ഷവും സംസ്കാരവും കൾച്ചറും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. അപ്പൊ ഇവിടെ 8 ways, creative ways to increase patient satisfaction. ഫസ്റ്റ് വൺ എന്താ പറയുന്നത് പറയാണ്. ഫസ്റ്റ് വൺ എൻഷുവർ ടൈംലി ഫോളോ അപ്പ്. വളരെ സമയബന്ധിതമായിട്ട് ഫോളോ അപ്പുകൾ ഉറപ്പാക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവർ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുകയും അതിലൂടെ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് മെയിൻറ്റെയിൻ ട്രാൻസ്പാരൻസി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസുമായിട്ട് നല്ല ആശയവിനിമയം നടത്തുകയും ഒരു സുതാര്യത അവിടെ നിലനിർത്തുകയും ചെയ്യുക. ദെൻ നാലാമത്തത് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. ഒരുപാട് വെയിറ്റ് ടൈമോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ അവിടെ വെയിറ്റ് ടൈം വളരെ കുറയ്ക്കുന്നതിൽ എന്ത് ചെയ്യുക, മുൻഗണന നൽകുക. ദെൻ അഞ്ചാമത്തത് strive to implement procedure to educate patient about treatment plans. അതായത് അവിടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പൊ ഓരോ പേഷ്യൻസിനും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാനുകൾ എന്താണ്, അതിനെക്കുറിച്ച് അവർക്ക് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുക. ഇംപ്ലിമെന്റ് പ്രൊസീജിയർ ടു എഡ്യൂക്കേറ്റ് പേഷ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുക. Then sixth one, utilize feedback from patient to analyze patient satisfaction metrics. Patient satisfaction measure ചെയ്യുന്നതിന് വേണ്ടി അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യൻസിൽ നിന്നും ഫീഡ്ബാക്കുകൾ യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക. Then seventh one പറയുന്നത് implement technological support system
ഫോർ ഗ്രേറ്റർ ഫെസിലിറ്റി എഫിഷ്യൻസി, അതായത് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള സപ്പോർട്ട് സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരികയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു മികച്ച ഫെസിലിറ്റി, കാര്യക്ഷമമായ ഒരു മികച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അതുപോലെ എട്ടാമത്തത് ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. നമ്മൾ ആ ഒരു ഫെസിലിറ്റി കൊടുക്കുന്ന ഇടത്തെ അന്തരീക്ഷവും അവിടുത്തെ കൾച്ചറും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക. ആ ഒരു ക്രിയേറ്റീവ് ബേസ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. നമ്മൾ എങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റല് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡെവലപ്പ് റാപ്പോർട്ട്. ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബന്ധം വികസിപ്പിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് fear often gets in the way of a patient ability to retain important clinical information which includes self-care instruction. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും ചിലപ്പോ, അല്ലെ? നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം നമ്മള് ഒരു ഡോക്ടറെ അടുത്ത് ചിലപ്പോൾ തുറന്നു പറയാറുണ്ടോ? തുറന്നു പറയാറുണ്ടോ? എല്ലാ അസുഖങ്ങളും നമുക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തുറന്നു പറയാറുണ്ടോ? ചില കാര്യങ്ങൾ നമ്മൾ പേടി കൊണ്ട് മറച്ചു വെക്കാറില്ലേ? വെക്കാറുണ്ട് അല്ലെ? കാരണം നമ്മൾ ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷനിലേക്ക് പോകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് അത് തിരിയുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പല ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാതെ മാറ്റിവെക്കാറുണ്ട്, ഇല്ലേ? അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് കെയർസ്, സ്വയം പരിചരണങ്ങളായിരിക്കും ചിലപ്പോൾ സ്വീകരിക്കുക, അല്ലെ? സോ ഇത്തരം ഫിയേഴ്സ് അല്ലെങ്കിൽ ഭയം എല്ലാ പേഷ്യൻസിനും ഉണ്ടാവുമല്ലോ, അല്ലെ? നമ്മുടെമായി ബന്ധപ്പെട്ട പേഴ്സണൽ ആയിട്ടുള്ള പല രോഗങ്ങളും നമുക്ക് ചിലപ്പോ ഒരു ആളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള പല രോഗങ്ങളും ഉണ്ടായിരുന്നു. സോ അത്തരം കണ്ടീഷനിൽ ഇവരുടെ ഭയം മാറ്റിയെടുക്കുക എന്നതാണ് ആദ്യമായിട്ട് ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യം, അല്ലെ? നമുക്ക് ഡോക്ടറെ അടുത്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റും, അല്ലെ? നമ്മുടെ മറ്റാരുടെ അടുത്ത് പറയുന്നതിലും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഒരു ഡോക്ടറെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്, അല്ലെ? അവർക്കാണല്ലോ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പറ്റുന്നത്. അപ്പൊ അവിടെ പ്രാക്ടീഷണേഴ്സ് who spend a few minutes engaging with patient before starting their clinical treatment helps set up a sense of trust with their patient. എപ്പോഴും ഒരു പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യം കുറച്ച് സമയം, അതായത് അവരുടെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സ് ആ ഒരു പേഷ്യന്റിനുമായിട്ട് നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുക. അപ്പൊ അവരുമായിട്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ സെൻസ് ഓഫ് ട്രസ്റ്റ്, ഒരു വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് വിത്ത് ദിയർ പേഷ്യന്റ്. അവരുടെ പേഷ്യൻസുമായിട്ട് ഒരു വിശ്വാസം ആരുണ്ടാക്കിയെടുക്കണം? ആരുണ്ടാക്കിയെടുക്കണ്ടേ? ഡോക്ടറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അല്ലെ? ഒരു വിശ്വാസമുള്ള ആളുകളോട് നമ്മൾ എല്ലാം തുറന്നു പറയും, ശരിയല്ലേ? നമുക്കൊരു വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ പറയാത്തത്. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് നമ്മൾ ശ്രമിക്കും, അല്ലെ? ഇവിടെ ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരാണ്? ഡോക്ടറാണ്. അപ്പൊ അവിടെ ആ ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുറച്ച് സമയം ആ പേഷ്യൻസുമായിട്ട് ഇടപെടലുകൾ നടത്തുകയും അവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. By reducing their patient fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. അതുപോലെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഒരു പരിധി വരെയും പേഷ്യൻസിന്റെ ഭയം നമുക്ക് കുറയ്ക്കാൻ പറ്റും,
കുറയ്ക്കാൻ പറ്റില്ലേ? ആ ഒരു ഭയം നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ ഭയം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഉറപ്പുവരുത്താൻ പറ്റണം പേഷ്യൻസിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനും അവരുടെ ഭയം കുറച്ചുകൂടി അവരെ ശക്തിപ്പെടുത്താനും സാധിക്കണം. അതുപോലെ അവർക്കൊരു ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ എന്താണ് അവർ കളക്ട് ചെയ്യാനും ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണല് ഉറപ്പുവരുത്തണമെങ്കിൽ സാധിച്ചിരിക്കണം. അപ്പൊ ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. പേഷ്യൻസുമായിട്ട് ഡോക്ടേഴ്സ് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം വികസിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ പേഷ്യൻസിന് പലപ്പോഴും അവരുടെ ഫിയേഴ്സ് അല്ലെങ്കിൽ ഭയം കാരണം പല രോഗാവസ്ഥകളെ കുറിച്ചും ഇൻഫർമേഷൻസും തുറന്നു പറയാത്തവരാ. അവരതിനു വേണ്ടി പല സ്വയം ചികിത്സകളും അല്ലെങ്കിൽ സ്വയം പരിചരണങ്ങളായിരിക്കാം എടുക്കുന്നുണ്ടാവുക. അത്തരം കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ചിലപ്പോൾ അവർക്കൊരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ ആദ്യം പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യണം, കുറച്ച് സമയം പേഷ്യൻസുമായിട്ട് എൻഗേജ്ഡ് ആവുകയും അതിലൂടെ അവർക്കൊരു വിശ്വാസം, അവരിലൊരു വിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യുക. അങ്ങനെ വിശ്വാസം വളർത്തിയെടുക്കുന്നതിലൂടെ അവരുടെ ഭയത്തെ കുറിച്ച് അവരെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ, ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാനും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഇതിലൂടെ സാധിക്കുന്നു. ക്ലിയർ ആണോ? ഡെവലപ്പ് റാപ്പോർട്ട് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. Then second one, make it personal. അതായത് വ്യക്തിഗതമാക്കുക എന്നുള്ളത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who try to keep eye contact with their patient rather than vaguely looking at computer screens and charts display their dedication to the patient. നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് അവരുടെ നമ്മളവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് മാത്രം ചോദിച്ചിട്ട് പിന്നെ ഫുൾ ടൈം അവർ ചാർട്ടിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലോ നോക്കിയിരുന്നായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെ? പിന്നെ നമ്മളുമായിട്ട് യാതൊരുവിധ ഐ കോണ്ടാക്ടോ കാര്യങ്ങളോ അവർ തരില്ല. അവരൊന്നിലും എഴുതിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ചാർട്ടിൽ നോക്കി ചെയ്തുകൊണ്ടിരിക്കും. ശരിയല്ലേ? അതിനിടയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവാം, പക്ഷെ നമ്മളോട് മുഖത്ത് നോക്കി അല്ലെങ്കിൽ കണ്ണിൽ നോക്കി ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല അല്ലെ? ചില ഡോക്ടേഴ്സ് അങ്ങനെയല്ല, നമ്മളുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ഇവിടെ മേക്കിംഗ് പേഴ്സണലിൽ ഏറ്റവും ഉദ്ദേശിക്കുന്നത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നാ പറയുന്നത്, ട്രൈ ടു കീപ് ഐ കോണ്ടാക്ട് വിത്ത് ദിയർ പേഷ്യൻസ്. അവരുടെ പേഷ്യൻസുമായിട്ട് എപ്പോഴും ഐ കോണ്ടാക്ട് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ എന്താണ് റാദർ ദാൻ വാഗ്ലി ലുക്കിംഗ് അറ്റ്, അല്ലാതെ കമ്പ്യൂട്ടർ സ്ക്രീനിലൊന്നും അവ്യക്തമായിട്ട് നോക്കിയിട്ട് ബാക്കി സമയം കമ്പ്യൂട്ടർ സ്ക്രീനിലോ ചാർട്ടിലോ ഒന്നും നോക്കിയിരിക്കാതെ എപ്പോഴും പേഷ്യൻസുമായിട്ടൊരു നല്ല ഐ കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യാന്നുള്ളത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എപ്പോഴും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലൂടെ ആ ഒരു ഐ കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്താണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്, ഡിസ്പ്ലേ ദിയർ ഡെഡിക്കേഷൻ ടു ദ പേഷ്യന്റ്. ആ പേഷ്യന്റിനോട് അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു അർപ്പണ മനോഭാവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. Some practitioners may select to have a medical scribe in the form room for this very reason, which allow them to listen with their eyes while the scribe take notes. Saying a patient name also help individualize and personalize the patient experience, like thus asking questions like what matters to you. ഇപ്പൊ നമുക്കറിയാം ചില ഹോസ്പിറ്റൽസിൽ ചിലപ്പോ മെഡിക്കൽ സ്ക്രൈബുകൾ ഡോക്ടേഴ്സിന്റെ റൂമിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ സ്ക്രൈബ് അതൊരു പ്രൊഫഷനാണ് കേട്ടോ. നമ്മളിപ്പോ പഠിക്കുന്ന പോലെ തന്നെ ഒരു മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ മെഡിക്കൽ സ്ക്രൈബുകൾ ഇരിക്കുന്നുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെ പേഷ്യൻസിനെ എന്താണ് കൺസൾട്ട് ചെയ്യുന്ന റൂമുകളില് ഇത്തരം മെഡിക്കൽ സ്ക്രൈബുകളെ നമ്മൾ ആ ഒരു റൂമിൽ വേണ്ടി സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു മെഡിക്കൽ സ്ക്രൈബ്, ഒരു പ്രാക്ടീഷണറുടെ റൂമിൽ ഒരു മെഡിക്കൽ സ്ക്രൈബ് ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്ടർക്ക് എന്ത് ചെയ്യാം, ലിസൺ വിത്ത് ദെയർ ഐസ്, പേഷ്യൻസിനോട് അവരുടെ കണ്ണുകൊണ്ട് എന്ത് ചെയ്യാം, ലിസൺ ചെയ്യാം, അവരുടെ നേരിട്ട് ഐ കോണ്ടാക്ടിലൂടെ അവർക്ക് സംസാരിക്കാം, മറ്റു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സ്ക്രൈബ് ആയിരിക്കും നോട്ടുകൾ എന്ത് ചെയ്യുന്നത്, ടേക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നോട്ട്സ് ചെയ്യണം അല്ലെങ്കിൽ മെഡിസിൻസ് ചാർട്ട് ചെയ്യണം, എഴുതണം എന്നുള്ള ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചാർട്ടുമായി ബന്ധപ്പെട്ടോ സ്ക്രീനുമായി ബന്ധപ്പെട്ടോ അവർക്ക് പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറിന് അധികം ബുദ്ധിമുട്ട് വരുന്നില്ല. അവർക്ക് നേരിട്ട് ആ ഒരു പേഷ്യൻസുമായിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്യാം. ആ സ്ക്രൈബായിരിക്കും അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ എഴുതിയെടുക്കുന്നത്. അതുപോലെ തന്നെ അതൊന്നാമത്തെ.
അതുപോലെ സെയിങ് എ പേഷ്യന്റ് നെയിം ഓൾസോ ഹെൽപ്പ് ഇൻഡിവിജ്വലൈസ് ആൻഡ് പേഴ്സണലൈസ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ നമ്മുടെ ആ ഒരു ചാർട്ടിൽ നോക്കി നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാം. ചില ഡോക്ടേഴ്സ് ചെയ്യാറില്ലേ, ഇപ്പൊ നമ്മുടെ പേര് വിളിച്ചിട്ട് ഇന്ന പേരാണെങ്കിൽ ആ പേര് വിളിച്ചിട്ട് പറയും നിങ്ങളുടെ പ്രശ്നം എന്താണ് പറയാറില്ലേ? ചില ഡോക്ടേഴ്സ് ചോദിക്കാറില്ലേ പേരുകളൊക്കെ? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ കുറച്ചും കൂടെ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരിഗണന അവിടെ കിട്ടാണ് അല്ലെ? അങ്ങനെ പേഷ്യൻസിന്റെ നെയിം പറഞ്ഞുകൊണ്ട് നമ്മളോട് വ്യക്തിപരമായിട്ട് എന്താണ് നമ്മുടെ പേരുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എന്താണ് വിഷയം, അതുപോലെ തന്നെ നമുക്ക് വാട്ട് മാറ്റേഴ്സ് ടു യു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തിപരമായി മാറുകയാണ് ചെയ്യുക അല്ലെ? അപ്പൊ മേക്ക് ഇറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിഗതമാക്കുക എന്ന് ഉദ്ദേശിച്ചത് പേഷ്യൻസുമായിട്ട് എപ്പോഴും നല്ലൊരു ഐ കോണ്ടാക്ട് എപ്പോഴും ഒരു ഡോക്ടറെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അവരൊരു അവ്യക്തമായിട്ട് അവരൊന്ന് നോക്കി ചെയ്തിട്ട് ബാക്കി സമയം കമ്പ്യൂട്ടർ സ്ക്രീനിലോ ചാർട്ടിലോ മാത്രം നോക്കിയിരിക്കാതെ അവരുമായിട്ടൊരു നല്ല ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൂടെ ആ പേഷ്യൻസിനോട് അവരുടെ ആ ഒരു ഡോക്ടേഴ്സിന്റെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു അർപ്പണ ബോധത്തെയാണ് ഇതിലൂടെ കാണിക്കാൻ സാധിക്കുന്നത്. അതുപോലെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മെഡിക്കൽ സ്ക്രൈബുകളൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഡോക്ടേഴ്സിന് ഇവരുമായിട്ട് ഐസ് വെച്ച് ലിസൺ ചെയ്യാനോ കണ്ണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേരിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് നിലനിർത്താനും സാധിക്കും. നോട്ട്സ് അസ്ക്രൈബ് ആയിരിക്കും എഴുതുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ അവരുടെ പേരുകൾ വിളിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി വ്യക്തിഗതമായിട്ടുള്ള ഒരു പരിഗണന അവർക്ക് കിട്ടുകയും അത് കുറച്ച് നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മികച്ചതാക്കാനായിട്ട് സഹായകമാണ്. അപ്പൊ രണ്ടെണ്ണം ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഡെവലപ്പ് റാപ്പോർഡും മേക്ക് ഇറ്റ് പേഴ്സണൽ കേട്ടോ. കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, കുറച്ച് അത് വായിച്ച് കഴിയാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയാലോ. ക്ലിയർ അല്ലേ ഇത് രണ്ടോ? ഡെവലപ്പ് റാപ്പോർഡും മേക്ക് ഇറ്റ് പേഴ്സണലും ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. പേഷ്യൻസിനെ എന്ത് ചെയ്യാം? ബോധവൽക്കരിക്കുക. നോക്കിയേ, റിസീവിംഗ് എ ന്യൂ ഡയഗ്നോസിസ് ഓർ ആൻ അപ്ഡേറ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് വൺ ക്യാൻ ബി ഫിയർസം. അപ്പൊ ഒരു പുതിയ രോഗനിർണയം നമുക്ക് നടത്തുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നതിൽ പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് വരും. ഇതൊക്കെ പേഷ്യൻസിന് ഒരു ഭയം നിറയ്ക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? നമുക്കൊരു ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് പേടിയല്ലേ? ഒരു ഭയം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയുന്നത് വരെ നമുക്കൊരു പേടിയായിരിക്കും അല്ലെ? അപ്പൊ അത്തരം പേടി അല്ലെങ്കിൽ ആ ഒരു ഭയം എന്ന് പറയുന്നത് അവരിൽ ഉണ്ടായിരിക്കും. യൂസ് ഓഫ് നോൺ മെഡിക്കൽ ലാംഗ്വേജ് ആൻഡ് ടീച്ച് ബാക്ക് മെത്തേഡ്സ് ഹെൽപ്പ് improve communication and increase a patient grasping of their health condition. ഇവിടെ സാധാരണ ഒരു പേഷ്യൻസിനോട് ഇത്തരം ഭയം ഉണ്ടാവാം. അപ്പൊ അത്തരം ഭയം ഓൾറെഡി അവർക്കൊരു പേടിയുണ്ട്. ആ ഒരു റിസൾട്ട് വരുമ്പോൾ ഇതായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലെ? അതിന്റെ കൂടെ ഇവര് അത് നമ്മുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ
ഇപ്പൊ ഒരു രോഗത്തെ കുറിച്ച് അവരൊരു മെഡിക്കൽ ടേമിലാണ്, അവരുപയോഗിക്കുന്ന മെഡിക്കൽ ടേമിലാണ് ആ രോഗം പറയുന്നതെങ്കിൽ ഒരു സാധാരണയായ ഒരു വ്യക്തിക്ക് മനസ്സിലാവോ അത് എന്താന്ന്? മനസ്സിലാവോ? ആ ഭയം കൂട്ടാനല്ലേ ഇത് സഹായിക്കുള്ളൂ, അല്ലേ? ആണോ? അല്ല. ഇപ്പൊ മെഡിക്കൽ ടേംസിൽ പറയുന്ന പേരുകൾ പലതും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം ആയിരിക്കില്ല, അല്ലെ? അപ്പൊ പേഷ്യൻസിനോട് അത്തരം ടേമുകൾ പറയുമ്പോൾ പേഷ്യൻസിന്റെ ആ ഒരു ഭയം കൂട്ടാനാണ് സാധ്യത, അല്ലെ? അപ്പൊ അതിന് പകരം അവരോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പേഷ്യൻസിന് കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കണമെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മികച്ചതാക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രീതികളും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് എന്ത് ചെയ്യുക? പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക ഇന്നതാണ് നിങ്ങളുടെ രോഗം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണിത്. ഇത് സിമ്പിൾ ആയിട്ട് അവർക്ക് നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം രീതികൾ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അതിൽ കൂടെ നമുക്ക് പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് ആ പേഷ്യന്റിനെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. Providing patient with written documentation that they can take home with them is also important and will help for the lessen feeling of confusion or unease. അതുപോലെ തന്നെ providing patient with written documentation. ഇപ്പൊ അവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് written documentation ആയിട്ട് ഇതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് എഴുതി നൽകുകയും അത് അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതുവഴി അവർക്ക് പിന്നീട് എന്തെങ്കിലും രീതിയിലുള്ള കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആശയക്കുഴപ്പമോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ generate a positive patient experience by teaching the patients about their health and how to measure it. അതുപോലെ തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി നൽകുക. അതിലൂടെ ഇപ്പൊ അവർക്കൊരു രോഗം വന്നു, ആ രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം എന്താണ്, അതിന് എന്തുകൊണ്ട് നമുക്ക് ആ രോഗം വന്നു, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് മുക്തരാവാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനെ മെച്ചുവറായിട്ട് പക്വതയോട് കൂടി അതിനെ കൈകാര്യം ചെയ്യാനും അവരെ പ്രാപ്തരാക്കേണ്ടതായിട്ടുണ്ട്. Then helping the patient understand how their body works and why making certain choices can enhance or detract from their health gives them informed agency over their bodies. അപ്പൊ ഇപ്പോ അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനും വ്യത്യസ്തം നമ്മുടെ ബോഡി സ്ട്രക്ചർ ആയിക്കോട്ടെ ബോഡിയുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, അല്ലെ? അപ്പൊ ഓരോ പേഷ്യൻസിനും നമ്മുടെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യും, അതായത് ഓരോ പേഷ്യൻസും അവരുടെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയാണ്, അപ്പൊ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി നൽകുക. അങ്ങനെ മനസ്സിലാക്കി നൽകി കഴിഞ്ഞാൽ അവര് എടുക്കുന്ന പല ചോയ്സുകളും പുതിയതായിട്ട് വരുന്ന പല ചോയ്സുകളും ചിലപ്പോ അവരുടെ ബോഡിയെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നതാവാം, ചിലപ്പോ തെറ്റായ രീതിയിൽ ചിലപ്പോ ഇംപ്രൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ചോയ്സുകൾ ഉണ്ടാവാം. സോ അത്തരത്തിലുള്ള ചോയ്സുകൾ എടുക്കാനായിട്ട് അവരെ അതിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അവരുടെ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓരോ അവരുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പേഷ്യൻസിന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി നൽകുക. അതിനനുസരിച്ചുള്ള അവരുടെ ബോഡിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദേ ഫീൽ ലൈക്ക് ഹോസ്പിറ്റൽ ഈസ് ദെയർ partner in health instead of another person telling them what they should be doing differently. അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവരുടെ ഹെൽത്ത് പാർട്ട്ണർ ആണ് എന്നൊരു ഫീലിങ്സ് ആ പേഷ്യന്റിന് വരുത്തുകയും അതിനനുസരിച്ച് മറ്റുള്ള പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയോ ചെയ്യുകയോ ചെയ്യാൻ പോവാതെ ഒരു ഹോസ്പിറ്റലാണ് എന്റെ ഹെൽത്ത് പാർട്ട്ണർ, ഞാൻ അവര് പറയുന്നതാണ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള ഒരു ഫീലിംഗിലേക്ക് ഒരു പേഷ്യന്റിനെ എത്തിക്കുക എന്നതാണ് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് ഇപ്പൊ ഒരു പുതിയ രോഗനിർണയം നടത്തുന്നു, ഓൾറെഡി ഉള്ളതിൽ തന്നെ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്നു, അത് പറയാനുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എപ്പോഴും പേഷ്യൻസിനോട് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു ധാരണ വരുത്തണമെങ്കിൽ അതിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. എപ്പോഴും നല്ല രീതികൾ, അതായത് നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതികളിലൂടെയുള്ള ആശയവിനിമയത്തിലൂടെയാണ് നമുക്ക്
ഇത് സാധ്യമാക്കാൻ പറ്റുക. അതുപോലെ അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും അതിലൂടെ അവർക്ക് പിന്നീട് ഉണ്ടാവുന്ന കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടതും പക്വതയോട് കൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അവരുടെ ബോഡി എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവരുടെ അത് ഡിട്രാക്ട് ആയി പോകും അല്ലെങ്കിൽ കുറവ് വരും, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ഇൻഫർമേഷൻസ് കൊടുത്ത് അവരെ ഒരു നല്ലൊരു ധാരണ അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവരുടെ ഒരു പാർട്ട്ണർ, ഒരു ഹെൽത്ത് പാർട്ട്ണർ ആണ് എന്ന ഒരു നിലയിലേക്ക്, ഒരു ചിന്താഗതിയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുക. ക്ലിയർ ആണോ? എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. നെക്സ്റ്റ് വണ്ണാണ് എൻഷുവർ ക്ലീനിനെസ്. എന്താണ്? വൃത്തി അല്ലെ? ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ശുചിത്വം ഉറപ്പാക്കുക. നോക്കിയേ, നോ പേഷ്യന്റ് നീഡ് ടു റിസീവ് കെയർ ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് ഡസന്റ് ഫീൽ സേഫ് ആൻഡ് സാനിറ്ററി. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരിക്കലും ഒരു വൃത്തിയോ അല്ലെങ്കിൽ ഒരു ശുചിത്വമോ ഒന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു കെയർ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും. അവിടെ ഒരു വൃത്തിയില്ല, ഒരു ശുചിത്വം ഇല്ല, വൃത്തിയില്ലാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും താല്പര്യപ്പെടില്ല അല്ലെ? അപ്പൊ ഇവിടെയും അത് നോ പേഷ്യന്റ് നീഡ് ടു റെസീവ്. പേഷ്യൻസ് എന്ത് ചെയ്യില്ല, അവിടുന്ന് പരിചരണം കിട്ടണമെന്ന് ആവശ്യപ്പെടില്ല. കാരണം എന്താ? അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു അൺസേഫ് ആയിട്ടുള്ള സാനിറ്റേഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. So practicing a sanitation in all areas of the institution. ആ സ്ഥാപനത്തിലെ എല്ലാ ഏരിയകളിലും, അതായത് വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യന്റെ ഓഫീസുകള്, മറ്റ് എല്ലാ ഇടങ്ങളും സേഫ് ഗാർഡ് പേഷ്യന്റ് ആൻഡ് പുട്ട് ദം അറ്റ് ഈസ്. ഇതിലൂടെയൊക്കെ നമുക്ക് പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്നും അവരെ മുക്തരാക്കാനും നമുക്ക് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ എല്ലാ ഇടങ്ങളിലും സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചിത്വം പാലിക്കുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൂടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാനായിട്ട് ഈ നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ മെച്ചപ്പെടുത്താനും ഈ ഒരു ക്ലീനിനെസ് ഉറപ്പുവരുത്തുന്നതിലൂടെ അല്ലെങ്കിൽ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ രണ്ടെണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. Educate the patient, ensure cleanliness. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ്, അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. അതായത് കാലഹരണപ്പെട്ട സിസ്റ്റങ്ങൾ നവീകരിക്കുക. When it comes to improving the patient experience, upgrading outdated internal system is important. അപ്പോ കാലഹരണപ്പെട്ട പഴയതായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ, ഇപ്പൊ പണ്ട് മുതലേ നമ്മുടെ ഹോസ്പിറ്റലൊക്കെ എങ്ങനെയായിരുന്നു? റെക്കോർഡുകളാണെങ്കിലൊക്കെ മാനുവൽ ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അല്ലെ? എല്ലാം ഇന്റർനെറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗമായി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വൽക്കരിച്ചു. സോ അത്തരത്തില്
ഇന്റേണൽ ആയിട്ടുള്ള സംവിധാനങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാലഘട്ടപ്പെട്ട സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാറ്റി പുതിയതായിട്ടുള്ള നവീകരണങ്ങൾ നടത്തുന്നത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇവൻ സ്മോൾ അപ്ഡേറ്റ്, ചെറിയ അപ്ഡേറ്റുകൾ, അതായത് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമുകളിൽ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ നടത്തുക, വെയിറ്റിംഗ് റൂം സൈനേജ് അവിടെയുള്ള സംവിധാനങ്ങളിൽ അപ്ഡേഷൻസ് നടത്തുക, നേഴ്സ് കോൾ ബട്ടണുകളുമായി ബന്ധ അപ്ഡേഷൻസ് നടത്തുക, അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള നവീകരണങ്ങൾ പോലും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ പേഷ്യൻസിന് നമുക്കറിയാം ഇപ്പോ വളരെ സമയബന്ധിതമായിട്ട് അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ എളുപ്പത്തിൽ നൽകുക എന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റികളും അവർക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക. അതിനനുസരിച്ച് പുതിയ പുതിയ നവീകരണങ്ങൾ സംവിധാനങ്ങളിൽ വരുത്തുമ്പോൾ അതിപ്പോ അപ്പോയിന്റ്മെന്റുകളിലായിക്കോട്ടെ, മറ്റ് വെയിറ്റിംഗുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നേഴ്സ് കോൾ ബട്ടനുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് മാറ്റി പുതിയ രീതിയിലുള്ള സംവിധാനങ്ങളും നവീകരണങ്ങളും കൊണ്ടുവരുന്നത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മികച്ചതാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതാണ് അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ബി പങ്ക്ച്വൽ. വളരെയധികം നല്ല രീതിയിലുള്ള സമയനിഷ്ഠത പാലിക്കുക എന്നുള്ളത്. പങ്ക്ച്വാലിറ്റി റിവീൽ എ പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ എ പേഷ്യന്റ് ബിസി ഷെഡ്യൂൾ. അപ്പൊ ഒരു പ്രാക്ടീസ് നമ്മളറിയാം, ചില ഹോസ്പിറ്റലൊക്കെ ഡോക്ടേഴ്സിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാനിരുന്നിട്ടാല് അവിടെ നമ്മൾ റിസപ്ഷനിൽ ചോദിക്കുമ്പോൾ ഡോക്ടർ 10 മണിയാകുമ്പോൾ വരും പറയും അല്ലെ. പക്ഷെ ഡോക്ടേഴ്സ് എത്തുന്നത് ചിലപ്പോൾ 10:30 11 മണിയാവും. ശരിയല്ലേ? റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇവിടെ ഡോക്ടേഴ്സ് വളരെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ഡോക്ടേഴ്സ് മാത്രമേ, അവിടെ എല്ലാ സ്റ്റാഫുകളും പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സമയനിഷ്ഠത കീപ്പ് ചെയ്യുന്നത് അതിലൂടെ എന്താണ് കാണിക്കുന്നത്? That reveal the respect for patients' busy schedule. ഈ പറയുന്ന ഡോക്ടേഴ്സിന് മാത്രമല്ല പേഷ്യൻസിന്റെയും ബിസി ഷെഡ്യൂൾ ആണ് അല്ലെ. നമുക്ക് പോയിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും അല്ലെ. അപ്പൊ ആ പേഷ്യന്റിന്റെ ബിസി ഷെഡ്യൂളിനെ ഒരു ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കുന്നതാണ് എപ്പോഴും പ്രാക്ടീഷണേഴ്സ് ഒരു പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ സമയനിഷ്ഠത പാലിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ പേഷ്യൻസിന്റെ ആ ഒരു ബിസി ഷെഡ്യൂൾ അവരത് റെസ്പെക്ട് ചെയ്യാണ്, ഒരു ബഹുമാനം കൊടുക്കാണ്. അപ്പൊ കൃത്യസമയത്ത് വളരെ സമയനിഷ്ഠത പാലിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ കൺസൾട്ടേഷനും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക. ഇഫ് ആൻ ഓർഗനൈസേഷൻ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സീ പേഷ്യൻസ് ഇൻ എ ടൈംലി മാനർ. അപ്പൊ ഒരു ഓർഗനൈസേഷന് പേഷ്യൻസിനെ വളരെ സമയബന്ധിതമായിട്ട് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ they may require to examine their scheduling process and all of staffing need. അവരെപ്പോഴും ശ്രദ്ധിക്കണം അവിടെ ആ ഒരു ഷെഡ്യൂളിംഗ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ആവശ്യകത ഇനി കൂടുതൽ സ്റ്റാഫുകൾ അവിടെ ആവശ്യമായി വരുന്നുണ്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കി എവിടെയാണോ കുറവുകൾ ഉള്ളത് അത് നികത്തി എപ്പോഴും നല്ലൊരു പങ്ക്ച്വൽ ആയിട്ടൊരു സമയനിഷ്ഠതയോടുകൂടി പേഷ്യൻസിന് ട്രീറ്റ്മെന്റും കൺസൾട്ടേഷനും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതിലൂടെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ സ്കോർ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. അപ്പൊ ഈ പങ്ക്ച്വൽ എന്ന് പറഞ്ഞാൽ സമയനിഷ്ഠത പാലിക്കുക. അത് പ്രാക്ടീഷണർ ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു സമയനിഷ്ഠത പാലിക്കേണ്ടത്. നല്ല സമയനിഷ്ഠത പാലിക്കുന്ന ഒരു പ്രാക്ടീഷണർ അവരുടെ പേഷ്യൻസിന്റെ ബിസി ഷെഡ്യൂളിനെ റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓർഗനൈസേഷൻ ഇതുപോലെ സമയബന്ധിതമായിട്ട് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവരെപ്പോഴും എന്ത് ചെയ്യണം? കൃത്യമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെ ഷെഡ്യൂളിംഗ് പ്രോസസ്സ് നന്നായിട്ട് നടക്കുന്നുണ്ടോ, അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ സ്റ്റാഫുകളുടെ ആവശ്യകത ഇനി അവിടെ ഉണ്ടോ, അതുകൊണ്ടാണോ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമാണെങ്കിൽ വേണ്ട മാറ്റങ്ങളും നടത്തേണ്ടതായിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത് രണ്ടും ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ് ഓഫ് ബി ഫങ്ഷൻ കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ബി ഫങ്ഷൻ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.
അപ്പൊ ഇവിടെ വരെയും വായിച്ചിട്ട് വരാം. നോട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.